കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയർ ആളൂർ അന്തരിച്ചു. അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ ചില രോഗങ്ങളുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്. എൻ്റെ ഒപ്പം പല ചാനലുകളിലും ചർച്ചയ്ക്ക് വന്ന വ്യക്തിയാണ്. ആളൊരു വ്യത്യസ്തനായ ഒരു ആളാണ്. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ ആളൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. എരുമപ്പെട്ടിക്ക് അടുത്തുള്ള സ്ഥലമാണ് ആളൂര്. ബിജു ആന്റണി ആളൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ BA ആളൂർ എന്നാണ് അറിയപ്പെടുന്നത്. ആളൂരിനെ നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാര്യം സൗമ്യ വധക്കേസിനകത്ത് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായപ്പോൾ മുതലാണ് നമ്മൾ ആളൂരിനെ ശ്രദ്ധിക്കാൻ കാരണം. ആരാണ് ഈ ക്രിമിനലിന് വേണ്ടി ഹാജരാകുന്നത് എന്ന്, അയാൾക്ക് എങ്ങനെ ഈ ആളൂരിന് ഫീസ് കൊടുക്കാൻ പറ്റും? ബോംബെയിലും പൂനെയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലായിരുന്നു ആളൂര്. ബാംഗ്ലൂരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഡൽഹിയിലും പോകുന്ന വ്യക്തിയാണ്. നമ്മളാരും അറിയപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഗോവിന്ദച്ചാമിയുടെ കേസ് വന്നപ്പോൾ ശേഷമാണ് ആളൂരിനെ നമ്മളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം മലയാളിയാണ് ആളൂർ എന്ന് വിചാരിച്ചപ്പം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ബിജു ആന്റണി എന്ന എരുമപ്പെട്ടിക്കാരനാണ് BA ആളൂർ എന്ന ക്രിമിനൽ ലോയർ എന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ വാദഗതികൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം പ്രദർശിപ്പിക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും നല്ല വാക്ചാതുര്യമുള്ള ഒരു അഡ്വക്കേറ്റ് തന്നെ. അതിനുശേഷം ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞപ്പം ആ വധശിക്ഷയിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ ഒരു ജീവിതത്തിൽ കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ ചില വാദഗതികൾ കോടതി അംഗീകരിക്കേണ്ടി വന്നു. റെയിൽവേ ട്രാക്കിനകത്ത് കൊന്നിട്ട ആ സൗമ്യയെ അതിന് ഹാൻഡിക്യാപ്ഡായ ഗോവിന്ദച്ചാമിക്ക് കഴിയില്ല എന്നുള്ളൊരു വാദഗതി അദ്ദേഹം കൊണ്ടുവന്നു. കാരണം അതിൻ്റെ ഓരോ ട്രെയിനകത്ത് തള്ളിയിട്ടിട്ട് ട്രാക്കിൽ വീണയാളെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കേസോടുകൂടി നമ്മൾ BA ആളൂരിനെ പറ്റി നമ്മൾ തിരക്കാൻ തുടങ്ങി. കൂടത്തായി കേസിനകത്ത്, ജോളി കേസിനകത്തും 6 പേരെ കൊന്ന കൂടത്തായി കേസിനകത്തും ആളൂർ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രമാദമായ കേസുകളിലാണ് ആളൂരിനെ സാധാരണ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് എത്രത്തോളം ഫീസുകൾ ലഭിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പലർക്കും ഫീസ് കൊടുക്കാൻ കഴിയില്ലാത്തവരാണ് പലരും എന്നറിയാം. എങ്കിലും അദ്ദേഹം ഹാജരാകുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഫീസ് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും ഗോവിന്ദച്ചാമിക്കും നല്ല കൊള്ളാവുന്ന വക്കീലന്മാർ കോടതി വാദിക്കാൻ വന്നു. കൂടത്തായി ജോളി 6 പേരെ അവരുടെ കുടുംബത്തുള്ളവരെ കൊന്നിട്ടും ആ ജോലിക്ക് വേണ്ടി ഹാജരായി. എലന്തൂർ ഇരട്ടക്കൊലക്കേസ് നമുക്കറിയാം. അവിടെ മന്ത്രത്തിൻ്റെയും മാജിക്കിൻ്റെയും അവിടുത്തെ ഒരു പ്രദേശത്ത് 2 ആൾക്കാരെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതാണ്. അതും എലന്തൂരിലെ സംഭവം നമുക്കറിയാം. അതിനും പ്രതിഭാഗത്തിന് ഭാര്യ ഭർത്താക്കാൻ വേണ്ടി ഹാജരായത് ആളൂർ വക്കീലാണ്. അതുപോലെ തന്നെ പല കേസുകളിൽ ഇതുപോലെയുള്ള പ്രമാദമായ പല കേസുകളും ആളൂർ ഹാജരാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം അദ്ദേഹം പിന്നീട് ഇപ്പം കേരളത്തിലെ ഹൈക്കോടതിയിലെ അദ്ദേഹം പ്രത്യേക ഓഫീസ് തുടങ്ങി. കേരളത്തിൽ ഇതുപോലെയുള്ള ധാരാളം കേസുകൾ ആളൂരിന് വന്നിരുന്നത് കൊണ്ട് ആളൂർ ബോംബെയിൽ നിന്നും അതുപോലെ പൂനെയിലും ഡൽഹിയിലൊക്കെ പ്രാക്ടീസ് കുറച്ചിട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് എറണാകുളം ഹൈക്കോടതിയുടെ പരിസരത്ത് തന്നെ അദ്ദേഹം പുതിയ ഓഫീസ് തുടങ്ങി. ഒരു 3-4 വർഷമായിട്ടുള്ളൂ. അദ്ദേഹം കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ചാനൽ ചർച്ചയ്ക്കൊക്കെ വരുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ധാരാളം കേസുകൾ ഇവിടെ വന്നുകൊണ്ടാണ് പിന്നെ എറണാകുളത്ത് അദ്ദേഹം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കീഴിലെ 10-12 പേര് അഡ്വക്കേറ്റ്സുകളുമുണ്ട്. എങ്കിലും ഇതുപോലെയുള്ള പ്രമാദമായ പല കേസുകളും പല പ്രമുഖരായ വക്കീലന്മാർ കേസെടുക്കാൻ തയ്യാറാകാതെ വരുമ്പം ആളൂരിനെ സമീപിക്കും. ആളൂർ അതിന് ആ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുകയും നല്ല വാദഗതികൾ കോടതിയിൽ ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കാരണം ആളൂരുമായിട്ട് പല ചാനൽ ചർച്ചയിലും ഞാനുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണം വളരെ പെട്ടെന്നായിരുന്നു. വൃക്ക സംബന്ധമായ രോഗമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം എൻ്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.